എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു തൊട്ടിലാണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞി കുട്ടികളെ കിടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൊട്ടിലിനെ കുറിച്ചാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ലവ് ലാപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പൈൻവുഡ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ മീൻസ് വുഡിൽ ക്രിയേറ്റ് ചെയ്ത ഒരു തൊട്ടിലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, കുറച്ച് പൈസ ചിലവാക്കാൻ പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പ്രത്യേകതകളുള്ളൊരു തൊട്ടിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കിപ്പോൾ കാണാം. എങ്ങനെയാണ് അതിൻ്റെ അൺബോക്സിങ് തൊട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഫങ്ഷനിങ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും, കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താ പറയുക കാണിക്കാനുള്ളൊരു ഭാഗ്യം തന്നതെന്ന് വെച്ചാൽ ഇത് ഗിഫ്റ്റ് ചെയ്ത ആളുകൾ തന്നെയാണ്. അപ്പോൾ അവർക്കൊരു പ്രത്യേകം താങ്ക്സ് പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. ഓക്കെ. Thank you.
തൊട്ടിലാണ് നമ്മളുടെ ഈ ലവ് ലാപ്പിൻ്റെ തൊട്ടിലെന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ നമ്മുടെ തൊട്ടിലിൻ്റെ ഫസ്റ്റ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സൈഡ് ഓപ്പണിംഗ് ഡോറാണ്. അപ്പോൾ ഈ ഡോർ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ഡയപ്പറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യാൻ സൗകര്യമാണ്, അല്ലെങ്കിൽ എത്തിപ്പിടിച്ചൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് ഒരു കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പണിംഗ് ഡോർ വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത വെച്ചാൽ ഈ സൈഡ് ഡോർ ഓപ്പൺ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബെഡിനോട് ഈ ഒരു തൊട്ടിൽ ചേർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബെഡിൻ്റെ ഏരിയ നമുക്ക് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു ബെഡാണെങ്കിൽ പോലും നമുക്ക് ഒരു ഏരിയയുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കൊച്ച് സെപ്പറേറ്റ് ആയിട്ട് കിടക്കാനും കൊച്ചിന് ഫ്രീ ആയിട്ട് കിടക്കാനും അമ്മയ്ക്ക് ഫ്രീ ആയിട്ട് കിടക്കാനുള്ളൊരു സൗകര്യം നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടും. പിന്നെ ഈ തൊട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫോൾഡബിൾ ആയിട്ടുള്ള വീൽസാണ്. അപ്പോൾ ഈ വീൽസ് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടിൽ ഈ തൊട്ടിൽ ഇപ്പോൾ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന തൊട്ടിലിനെ നമുക്ക് ആടുന്ന തൊട്ടിലാക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ മടക്കി 4 വീൽസ് നമ്മൾ മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ആടുന്ന തൊട്ടിൽ പോലെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫുൾ ബോഡി കിടന്ന് ആടുന്ന ടൈപ്പാണ്. മീൻസ് ഒരു ഡ്രോബാക്ക് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും നമുക്കൊരു കൊച്ചിന് ജസ്റ്റ് ഒരു സ്വിങ്ങിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇത് ശരിക്കും നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഈ ഒരു തൊട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഈ ബെഡിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആ ബെഡ് താഴേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, താഴേക്ക് ഇറക്കാൻ പറ്റും. അപ്പോൾ അത് ഇറക്കുന്നതിലൂടെ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ച് എഴുന്നേറ്റ് നിൽക്കുന്ന പ്രായമൊക്കെ ആകുമ്പോൾ നമുക്ക് ആ കൊച്ചിന് അത് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കതൊരു ജിം ഏരിയ ആയിട്ടോ നമുക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കൊച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് അവൻ കളിച്ചോളും. നമ്മളുടെ ശ്രദ്ധ തെറ്റി അവൻ വേറെ വല്ലയിടത്തേക്കും പോകുന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു തൊട്ടിലിൻ്റെ പൊസിഷനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊച്ച് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബിഗ്ഗായി എന്ന് വിചാരിച്ചോ, അതായത് എന്താ പറയുക, അവൻ പഠിക്കാനൊക്കെ പ്രായമാവുന്ന സമയത്ത് നമുക്ക് ഈ തൊട്ടിലിൻ്റെ ഇതേപോലെ തന്നെ താഴേക്ക് ഇറക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഈ തൊട്ടിലിൻ്റെ നോർമൽ പൊസിഷനിൽ നമുക്ക് മുകളിലേക്ക് പൊക്കാൻ പറ്റും. അപ്പോൾ അവിടെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു തൊട്ടിലിനെ നമുക്കൊരു ടേബിളായിട്ട് നമുക്ക് ഒരു സ്റ്റഡി ടേബിളായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി നമുക്കിതിലുണ്ട്. അപ്പോൾ അങ്ങനെ 3 പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു 3 കാര്യങ്ങൾ നമുക്ക് ഈ തൊട്ടിലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇവരുടെ കളിപ്പാട്ടങ്ങളോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാനുള്ളൊരു സ്റ്റോറേജ് ഏരിയ പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു തൊട്ടിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിൽ നമുക്ക് വളരെയധികം അല്ലെങ്കിൽ ഇത്രയും നമുക്കൊരു പ്രത്യേകതകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു തൊട്ടിലാണ് ലവ് ലാപ്പിൻ്റെ ഈ ഒരു ക്രാഡിൽ. പിന്നെ നമ്മളുടെ ഈ ഒരു തൊട്ടിൻ്റെ ഒരു ലാസ്റ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്റ്റാൻഡ് നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. 2 സ്റ്റാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രൂവും തന്നിട്ടുണ്ട്. ഈ സ്ക്രൂ നമ്മൾ അഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത്രയും ഏരിയ നമുക്ക് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചരിച്ച് നമുക്കിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ഈ തൊട്ടിൽ കുറച്ച് പിള്ളേർ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് നീട്ടത്തിലുള്ളൊരു കുഞ്ഞ് ബെഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരെ കാൽ നീട്ടി വെച്ച് കിടന്നുറങ്ങാൻ വേണ്ടി നമുക്കൊരു ബെഡ് പോലെയോ അല്ലെങ്കിൽ ഒരു ദിവാൻ കോട്ട് പോലെയോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ചരിച്ച് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ചരിച്ച് നമുക്കിങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ ആക്കാം. അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടി നമ്മളുടെ ഈ ഒരു ക്രാഡിലിനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.